ഹായ് ഹലോ അസ്സലാമലൈക്കും. എവിടെ മുത്തുമണികളെ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കണ്. അപ്പം ഇന്നത്തെ നമ്മളൊരു വീഡിയോ രാവിലത്തെ ഒരു ദോശ ഉണ്ടാക്കലാട്ടാ. രാവിലെ ചായക്കുന്ന് ദോശയായിരുന്നു. നമ്മൾ ഈ മാവ് അരിപ്പൊടി കലക്കി ചുട്ടത്. അപ്പം അതൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത് നല്ല സൂപ്പറായിട്ട് നമ്മളെ അടുപ്പിൽ വെച്ചിട്ട് ദോശയൊക്കെ ചുട്ട് പാത്രം ചൂടായിക്കണം. അപ്പോൾ കയ്യുമ്പോൾ ചൂടാവുകയാണ്. അങ്ങനെ ഒരു തത്തുണ്ട് നമുക്ക് അടുക്കളയിൽ. എനിക്ക് മുണ്ടി പറയാൻ വേണ്ടിയിട്ടൊരു തത്തുണ്ട്. അപ്പോൾ ഓളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഹലോ ഹലോ ഗേസ് എന്ന് പറയും, നമ്മളെ കൂട്ടുകാരത്തിനോട് പറയും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. കൂടുതലും അവളെ കരച്ചിലാണ് കേൾക്കണം. അപ്പം പിന്നെ ഞാൻ അതൊന്നും കൊടുത്തില്ല, അതേ വോയിസ് ഓവർ കൊടുത്തത്. അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? ആരും ഒരു വിവരവും ചേട്ടാ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് മുണ്ടാതിരിക്കണല്ലോ. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യേ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതുണ്ട നമ്മളെ ദോശ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന. ഇടയ്ക്ക് കേടാവുന്നുണ്ട്, ചിലത് കേടാവുന്നുണ്ട്, ചിലത് ശരിയാവുന്നുണ്ട്. രാവിലത്തെ തിരക്ക് അങ്ങനെയല്ലേ. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടച്ച് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചായക്കുള്ളത് അപ്പോൾ കഴിക്കണുണ്ട്. കൊണ്ടുപോകാനുള്ളത് ആക്കാണ്ടെന്നും ദോശ ഇട്ട കൊടുത്തയച്ചെന്ന് ചോറ് വെച്ചിട്ടില്ല. നമുക്ക് ദോശ ഉള്ള ദിവസം കൊണ്ടുപോകാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ദോശ കൊടുത്തയച്ച്. അപ്പം ചോറ് രാവിലെ തിരക്കുണ്ടായിട്ടില്ല. അല്ല, ചുറ്റും പാത്രത്തിൽ ദോശ ആക്കി. പിന്നെ ഉരുളൻകിഴങ്ങ് കൊണ്ടൊരു കറി ആക്കി. ഉരുളൻകിഴങ്ങ് ആദ്യം ഇങ്ങോട്ട് വേവിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കറി പോലെ തെളിഞ്ഞ് നിൽക്കണത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ നാലാളും പാത്രത്തിലാക്കി കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും അടുത്ത ദോശകളൊക്കെ ചുട്ട് പാത്രത്തിലാക്കാൻ പോയ നേരം കൊണ്ട് ദോശ കണ്ടൊന്ന് കരിഞ്ഞ് ചെറിയൊരു കളർ വന്നു. തീ ഭയങ്കരമാണ് അടുപ്പിൽ, അതുകൊണ്ട് അപ്പം അതൊക്കെ ആക്കി വന്നപ്പോത്തിന് ഒന്നതായി. അങ്ങനെ അടുത്തതും കലക്കി ചുട്ട് എടുത്ത് ദോശയുടെ. അപ്പം നിങ്ങൾ പറയാത്ത എന്താണ്? നിങ്ങൾക്ക് ആർക്കും ഇന്നെ ഇഷ്ടമായില്ലേ? നിങ്ങളെന്താ ഒന്നും എൻ്റെ ഒരു വിവരം ചോദിക്കാത്തത്? ഞാൻ കമൻറ്റ് ബോക്സ് എന്നും നോക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുകയായിക്കാരോ ചോദിക്കുകയായിക്കാരോ ആരാണെന്നും എന്താണെന്നും ഒക്കെ അന്വേഷിക്കുമെന്ന് വിചാരിച്ചാൽ ആരും ഒരു വിവരമില്ല. കമൻറ്റ് ചെയ്യണോ എന്നെങ്കിലല്ലേ പറയാൻ ഇതൊക്കെ അറിയുള്ളൂ. എൻ്റെ അടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ചകിരി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു, ഇങ്ങനെ കത്തിക്കോളും. അധികം വിറകൊന്നും വേണ്ട, വേഗം ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസും വേണ്ട, പെട്ടെന്ന് പരിപാടി കഴിയും. അതിങ്ങനെ അടുപ്പ് ഇങ്ങനെ ഒഴിയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് വെച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. എൻ്റെ അടുക്കളയുടെ ചെറിയൊരു മുറ്റാണിത്. അവിടെ ഞാൻ പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നട്ടിട്ടുണ്ട്, പടർന്ന് വന്നിട്ടുണ്ട്. എനിക്കതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതൊക്കെ ഇഷ്ടം. പക്ഷേ എനിക്ക് മുറ്റം കുറവാണ്. ഇതന്നെയാണ്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഈ കാണത്തിരി പോലെ മുറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വളർത്തിയിട്ട് ആകുമ്പോൾ കായ മേലൊക്കെ പോയി കേട്ടോ, മേലെ കായൊക്കെ ഉണ്ടായിക്കണം. പിന്നെ ഒരു വെണ്ടക്ക തൈ ഉണ്ടായിട്ടുണ്ട്. വിറകൊക്കെ അതാകതായിട്ട് മറിഞ്ഞിട്ട് പൂച്ച കയറിയിട്ടേ ഒക്കെ മറിച്ചിട്ടിക്കണം. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് വളർന്നു പോകുന്നത്. മേലെ കായ ഉണ്ടായിട്ടുണ്ട്, മേലെ കയറിയാണ്, മേലേക്ക് കാണുന്നില്ല അതിൽ വീഡിയോയിൽ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ വെണ്ടക്ക തൈ ഇത് കണ്ട പൂവായി വന്നിക്കണം, പൂവൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കണത്, ഉണ്ടാവണത്, കാണുന്നതൊക്കെ, പച്ചക്കറി ആയാലും ചെടി ആയാലും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ. നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. രാവിലത്തെ ദോശ ഉണ്ടാക്കലും തിരക്കും ഒക്കെ ഇങ്ങനെ കാണിച്ചതാണ്. പിന്നെ ഇപ്പം എന്താ ഇടേണ്ടത് വെച്ചാൽ നിങ്ങൾ ആരും ഒന്നും പറയണില്ല. എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമോ?
ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.